ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കിച്ചുക്കുട്ടനാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ ഞാനും അമ്മയും ചേട്ടനും അനിയത്തിയും നമ്മുടെ കിച്ചുക്കുട്ടനും കൂടെ സ്വിമ്മിംഗ് പൂളിൽ പോകാൻ പോവുകയാണ്. കിച്ചുക്കുട്ടനാണെങ്കിൽ സ്വിമ്മിംഗ് പൂളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം, വെള്ളത്തിൽ കളിക്കാനാണെങ്കിൽ കേമന. അപ്പോൾ ഇത് നമ്മൾ പോകുന്നത് വെളിയെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് തപോവനം എന്ന് പറയുന്നൊരു ചെറിയൊരു സംഭവമുണ്ട്, സെറ്റപ്പുണ്ട്. അപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂളും പിന്നെ ഒരു ചെറിയ പാർക്ക് പോലെയും അങ്ങനെ ഒരു ചെറിയ നമുക്ക് നമ്മുടെ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് അവിടെ. കുറച്ചുകൂടെ പ്രൈവറ്റാണ് എന്ന് വെച്ചാൽ അധികം ആൾക്കാരൊന്നും അധികം ഇല്ല. അപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. അപ്പോൾ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലെ ടൈം എന്ന് വെച്ചാൽ 7 മണി വരെ. നമ്മൾ പോയപ്പം തന്നെ ഒരു 6 മണി കഴിഞ്ഞ്. ഇതാണ് അവിടുത്തെ വൈകുന്നേരത്തെ കാഴ്ച. എന്ന് വെച്ചാൽ കണ്ടോ, ഒരുപാട് സ്ലൈഡുകളും അത് കണക്ക് തന്നെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. നമ്മൾ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. നമുക്കുള്ള മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുക, കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യുക, കിച്ചുക്കുട്ടനെ സന്തോഷിപ്പിക്കുക, അതൊക്കെയായിരുന്നു. അങ്ങനെ നമ്മുടെ കിച്ചുക്കുട്ടനാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാനുള്ള തൊപ്പിയെല്ലാം വെച്ച് അങ്ങനെ ഇറങ്ങുകയാണ്. ആദ്യം തന്നെ അച്ഛനും മോനും നല്ല കളി. എൻട്രി ഫീസ് എന്ന് പറഞ്ഞിട്ട് 50 രൂപയാണ്. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നെങ്കിൽ നമ്മൾ എൻട്രി ഫീസ് അങ്ങനെ കൊടുക്കണ്ട, നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ റേറ്റ് മാത്രം കൊടുത്താൽ മതി. ഇവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറത്തേക്ക് 100 രൂപയാണ്. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി പിന്നെ അവിടെ ഉള്ള ചെറിയ സ്ലൈഡുകളിൽ ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. ഇതോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു.